ഹായ് ഗെയ്സ്, ഇന്നെനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. രാവിലെ പോകണ്ടാത്തത് കൊണ്ട് ഇഷ്ടംപോലെ ടൈമുണ്ട്. അടുക്കള പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, കാറ്റത്തും മഴയത്തും വീണ് കിടക്കുന്ന എൻ്റെ തക്കാളി ചെടിയെല്ലാം കമ്പ് വെച്ച് കെട്ടിക്കെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് കമ്പെല്ലാം എടുത്തു കൊണ്ടുവന്ന് തക്കാളി ചെടിയെല്ലാം കെട്ടി വെച്ച് കൊടുത്തു. കുറേ തക്കാളി ചെടിയെല്ലാം നന്നായി ഒടിഞ്ഞു, കുറച്ച് ചെടിയെല്ലാം കേടുവന്ന് പോയി. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമൊക്കെ വന്നു. എൻ്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായതാണ്. തക്കാളി ചെടി നടുമ്പോൾ തന്നെ കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കണം. തണ്ടിന് തീരെ ബലമില്ലാത്തതുകൊണ്ട് വേഗം ഒടിഞ്ഞു വീഴും. അങ്ങനെ ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ തക്കാളി ചെടിയെല്ലാം മറിഞ്ഞു പോയത്. പിന്നെ ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. തക്കാളി വിത്ത് പാകുമ്പോഴേ മണ്ണ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചുണ്ണാമ്പ് പൊടി എന്നിവ ചേർത്ത് ഒരാഴ്ച വയ്ക്കും. അതിനുശേഷം ഗ്രോ ബാഗിൽ ഉണക്കയിലയും കൊന്നയിലയും ഇട്ട ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടിംഗ് മിക്സ് നിറയ്ക്കും. ഗ്രോ ബാഗിൻ്റെ മുക്കാൽ ഭാഗത്തെ മണ്ണ് ഞാൻ നിറയ്ക്കാറുള്ളൂ. ബാക്കി ചെടി വളരുന്നതിനനുസരിച്ച് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കും. ആ സമയത്താണ് നമ്മൾ കമ്പ് വെച്ച് താങ്ങ് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ചെടിയെല്ലാം ഒടിഞ്ഞു പോയത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി സമയത്താണ് ഇങ്ങനെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വയ്ക്കുന്നതും ഗ്രോ ബാഗ് നിറച്ച് വയ്ക്കുന്നതും. തുടർച്ചയായ മഴ കാരണം ഇപ്പോൾ തക്കാളി പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും ഒരുവിധം നന്നായി തന്നെ കായ് പിടിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പഴുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പറിച്ചെടുക്കണം. പിന്നെ പച്ചത്തക്കാളി തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഞാൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് പച്ചത്തക്കാളി തോരൻ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് തക്കാളിത്തോരൻ. തക്കാളി എല്ലാവരും നട്ടു വളർത്തണം. തക്കാളിക്ക് പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരാറുണ്ട്. അധികവും വരുന്ന വാട്ടരോഗമാണ്. അതിന് ഞാൻ സൂഡോമോണസ് ആഴ്ചയിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും. ചുവട്ടിലും ഒഴിക്കും, ഇലയിലും തളിച്ചു കൊടുക്കും. ചിലത് കേടുവന്ന് പോകാറുണ്ട്, എന്നാലും അധികം എനിക്ക് നശിച്ചു പോകാറില്ല. എനിക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി കഴിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക രുചി തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.